പക്ഷെ ആക്ച്വലി ട്രെയിനിൽ എപ്പോഴെങ്കിലും കേറുമ്പോ എന്റെ ആഗ്രഹം മറ്റേ വാരണായിരത്തിലെ പോലെ സത്യം സൂര്യനെ പോലെ ഒരു ആരെങ്കിലും ചെറുക്കൻ വന്നിരിക്കണം ഇങ്ങനെ കാലിലൊക്കെ തൊട്ടിട്ട്. ഓപ്പോസിറ്റ് വന്നിരിക്കണം, വയലിൻ അല്ല ഗിറ്റാർ ഒക്കെ വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ സെറ്റ് വയലിനാണേലും മതി, ഗിറ്റാറില്ല. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ set ഓണക്കോളെങ്കിലും ആയി. മതി. ചീത്ത പറയുന്നടാ. ഈ എടപ്പള്ളി സിഗ്നലിലൊക്കെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ചിക്പേട്ടിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശപ്പെട്ട ഒരു അവസ്ഥ. കാരണം ഇനി നിങ്ങൾ പറയണ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്? കൂടി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് കയ്യിലുണ്ടായ 500 രൂപയെ വാങ്ങി. നീ കയ്യിലിരുന്ന 500 രൂപ കണ്ണി കണ്ട ആൾക്കാര്, അതായിരിക്കും സഹിക്കാത്ത. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഒരു യാത്ര പോവാണ്. നമ്മൾ മനസ്സിന് വിഷമം വരുന്ന സമയത്ത് എവിടെയെങ്കിലും പോകണം എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്, അല്ലെ? അപ്പോൾ നിങ്ങൾ തന്ന വിഷമങ്ങൾ കൊണ്ട് ഞാൻ നാട് വിട്ടു പോകാൻ പോവാണ്. അത് ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വഴി പറയാം. ആക്ച്വലി ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരാളാണ്. അയ്യോ പോലെ പോലെ പോയി തേങ്ങ. വേറൊരാളുണ്ട്, ഷിട്ടാപ്പിയോ അണ്ടപ്പുണി അണ്ടപ്പുണ്ണിനെ നോക്കി ഞാൻ പോയിട്ട് വരാം കേട്ടോ, ഞാൻ പോയിട്ട് വരാവേ. അപ്പോ എവിടേക്കാണ് പോകുന്നത്, എന്താണ് പരിപാടീസ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ഞാൻ പോകുന്നത് ഇഷ്ടപ്പെടാണ്ട് ഒരാളെ നോക്കിയിട്ട് പോകും. അപ്പോ പറ്റിക്കലാ ഗൈസ്, ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നതാണ്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് ഇടുന്നത് ഇങ്ങനെ അപ്പാപ്പ? എന്തിനാ അപ്പാപ്പല്ല, ഇത് ഞങ്ങളുടെ വ്ലോഗ്. ഉമ്മിക്ക് പൊതുവേ ഒന്നാമത് ഞാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, രണ്ടാമത് ഞാൻ പോകുന്നത് വ്ലോഗ് എടുക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, ഇനിയിപ്പോ വ്ലോഗ് എടുത്തല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ സെറ്റ് ആയിട്ടൊക്കെ ഇട്. സോ ഹായ് ഗൈസ്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നോക്കൂ, ബാക്കിലിരുന്ന കുട്ടി എണീറ്റ് പോയി. ബാക്കി ഞാൻ ട്രെയിനിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിന്ന് വ്ലോഗ് എടുക്കുമ്പോൾ ബാക്കിലിരിക്കുന്ന ആൾക്കാരൊക്കെ എണീറ്റ് പോകും. സോഷ്യൽ ന്യൂസൻസ് ആവുക, സോഷ്യൽ ന്യൂസ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇരിക്കാൻ ഇവിടെ സ്ഥലം ഉണ്ടായില്ല. അതെ, അതുകൊണ്ട് ഇന്ന് വ്ലോഗ് എടുക്കുന്നുണ്ട്. അവരും ജീവനം കൊണ്ട് ഞാൻ ക്യാമറ ഓണാക്കിയപ്പോ അവരൊക്കെ എണീറ്റ് പോയി. കണ്ടം വഴിയോ. താങ്ക് യു സോഷ്യൽ മീഡിയ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല. എന്റെ സീറ്റ് ദോ അമ്മുള്ളൂ, ഇവളുടെ സീറ്റ് ഞാൻ ഈ 2 സീറ്റ് ഓർഡർ ചെയ്തത്, പക്ഷെ വന്നപ്പോ വേറെ എന്തോ ആയി പോയി. കഷ്ടായിപ്പോയി. സത്യം പറഞ്ഞ ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിട്ട് മോർച്ചറിയുടെ ഉള്ളിൽ കയറിയ പോലെ വെള്ളപ്പുതപ്പല്ല എന്നുള്ളൂ. ഭയങ്കര ശോകം. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന ആൾ രോദനമായിട്ട് നിങ്ങൾ കാണും. ഞങ്ങള് സീറ്റ് ബുക്ക് ചെയ്തത് ഈ ഡോറിന്റെ അടുത്താ. ബുക്ക് ചെയ്ത ഡോറിനടുത്തല്ല, അതാണ് കിട്ടിയത്. നിങ്ങളോടൊരു ഒരു അഡ്വൈസ് തരാനുണ്ട്, ഒരിക്കലും ഡോറിന്റെ സൈഡിൽ ബുക്ക് ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ? ഇതെന്നോ നമ്മുടെ സംസാരം അതുകൊണ്ട് ഡിസ്റ്റർബ് ആവും. പക്ഷെ ആക്ച്വലി ട്രെയിനിൽ എപ്പോഴെങ്കിലും കേറുമ്പോ എന്റെ ആഗ്രഹം മറ്റേ വാരണായിരത്തിലെ പോലെ സത്യം സൂര്യനെ പോലെ ഒരു ആരെങ്കിലും ചെറുക്കൻ വന്നിരിക്കണം ഇങ്ങനെ കാലിലൊക്കെ തൊട്ടിട്ട്. ഓപ്പോസിറ്റ് വന്നിരിക്കണം, വയലിൻ അല്ല ഗിറ്റാർ ഒക്കെ വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ വയലിനാണേലും മതി, ഗിറ്റാറില്ല. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓണക്കോളെങ്കിലും മതി. ഓക്കെ, അങ്ങനെ ഓപ്പോസിറ്റ് വന്നിരുന്നു ഞങ്ങൾ സെറ്റായി. അതൊക്കെയായിരുന്നു സ്വപ്നം. ഇവളെ കല്യാണത്തിന് ഞാൻ പോയി, 2 വർഷത്തിനുള്ളിൽ 5-6 പിള്ളേരായി. അതെ, അപ്പോഴും ഞാൻ കൂൾ സിംഗിൾ ആൻഡ് ഇരിക്കും. അതാണ് അവളുടെ ആഗ്രഹം. പക്ഷെ ഒന്നും നടക്കൂല, എല്ലാം വെറുതെ. ഗൗതം വാസുദേവന്റെ സിനിമയിൽ മാത്രമേ ഇതൊക്കെ കാണുള്ളൂ. ശരിക്കും പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണന്റെ ജീവിതം എന്റെ ഉള്ളയും. ഇല്ലത്തെ പട്ടണ എന്തിനാ പുറത്തിരിക്കും? തട്ടും പുറത്ത് നിന്നോ വീണ്ടും ബസ്സായി. എനിക്ക് ഏറ്റവും മേലത്തെ സീറ്റാ കിട്ടിയത്. കൊള്ളാം, കോമഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ ലീലാവിലാസങ്ങൾ. ആക്ച്വലി ഭയങ്കര പാടാട്ടോ ഇവിടെ കിടക്കുന്നു. പക്ഷെ കൊള്ളാം, നൈസ് എക്സ്പീരിയൻസ് കൊള്ളാം, സെറ്റപ്പ് ഒക്കെ. അപ്പോ എനിക്ക് ആക്ച്വലി ഷീറ്റ് മാസ്ക് ഒക്കെ ഇടണമെന്നുണ്ട്. പക്ഷെ ഇവിടെ രാത്രി എല്ലാവരും കണ്ടാ പേടിക്കും, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പൊ ഞാൻ ഇനി നാളെ രാവിലെ ചെയ്യാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.
നിക്കുന്നു നിങ്ങളെ മട്ടാനി. ഉറങ്ങാൻ നേരത്തും തീറ്റ മുഖ്യമാണ്. ഇട്ടോ ഷീറ്റ് മാസ്ക് സാമാനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ. എന്തിനാന്ന് നമുക്ക് അറിയത്തില്ല. സ്കിൻ കെയർ. ഓക്കെ. ഇരുട്ടത്താണെങ്കിൽ ഒരു നാണവും ഇല്ലാതെ സ്കിൻ കെയർ ചെയ്തിട്ടേ ഉറങ്ങത്തുള്ളൂ. ഇവിടെ എല്ലാരും ഉറങ്ങിയതേ കണ്ട. ഇരുട്ടാ എന്നാലും സ്കിൻ കെയർ മുഖ്യം. സോ ഗുഡ് മോർണിംഗ് ഗൈസ് ഫ്രം ബാംഗ്ലൂർ. ഞങ്ങൾ രാവിലെ എണീറ്റ് മേക്കപ്പ് കിട്ടും. അതെ, രണ്ടുപേരും മേക്കപ്പ് ഒക്കെ ഇട്ടു. ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ. അതെ, ഞങ്ങൾ ആക്ച്വലി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. ഉറക്കമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കിടന്ന് ഉറങ്ങുന്നത്. കൊള്ളാം, പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ നമ്മള് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബാക്കി ഒന്നും തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിലും അൺഎക്സ്പെക്ടഡ് പ്ലാൻ ചെയ്യാത്ത ട്രിപ്പുകൾ എപ്പോഴും നല്ലതെന്നാണ് പൊതുവെ പറയാറ്. അതെ, ഒരാഴ്ച മുമ്പേ പ്ലാൻ ചെയ്ത് ചുമ്മാ തള്ളണയാണ് ഇവള്. ഞങ്ങൾ പോണം ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാ, പക്ഷെ ഇപ്പോഴാണ് നടക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ ചർച്ച് സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ആദ്യം തിന്നണം. എന്റെ ലൈഫ് പോലെ തന്നെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യാം, വരുന്നത് പോലെ വരട്ടെ, ഇപ്പൊ നടക്കുന്ന പോലെ. പക്ഷെ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാം. പാനിപ്പൂരി കഴിക്കാൻ വന്നേ ഗൈസ്. ഉടുപ്പയിലൊക്കെ ആക്കിയോളാം. ഓക്കെ, ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഐഫോൺ ആയതുകൊണ്ട് ഐഫോണിൽ സ്പേസ് ഇല്ല. അപ്പോൾ അതിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ബബിൾ ടീ കുടിക്കാൻ വന്നതാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി കഴിച്ചു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ആസ് ഐ സെഡ് എല്ലാവർക്കും കാണിക്കാൻ പറ്റില്ല, പക്ഷെ കഴിയണമൊക്കെ കഴിയും. അങ്ങനെ ഹലോ ഹായ്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്ത് സ്പേസ് കളയുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട്, പക്ഷെ എല്ലാം ഇടുമെന്ന് അറിയില്ല. ആക്ച്വലി ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവിടത്തെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഞങ്ങളെയൊന്നും അറിയില്ല, പുള്ളി ഒരു കോണ്ടന്റ് ഇങ്ങനെ സ്ട്രീറ്റില് വീഡിയോ ഒക്കെ എടുക്കില്ലേ, അങ്ങനെ ഒരാളാ. അപ്പം ഞങ്ങളുടെ ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ സമ്മതിച്ചു. അപ്പൊ ഞങ്ങൾ സമ്മതിച്ചു, കാരണം പുള്ളിക്ക് ഞങ്ങൾ അറിയില്ല. Can you say hi? Hi, Your name? Aman Kasbah, Aman 905. Okay. You are creator? I know. Just Okay. taking വെരി ചോട്ട. just taking the No, video. it's nice. പുള്ളിക്ക് ഞങ്ങൾ അറിയില്ല. ആക്ട് ചെയ്ത് വരണം എന്നൊക്കെ. ഓക്കെ. ഗൈസ്, ഇതിന്റെ റീ ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ റീ ഉണ്ട്. ശരിക്കും നമ്മളല്ല. ആക്ടിങ്. Excuse me. Yeah. आपसे क्वेश्चन था, आपके होने वाले हस्बैंड की मिनिमम सैलरी कितनी होनी चाहिए? Husbands का salary. या मिनिमम कितना होना चाहिए? Actually, we are earning lakhs. So Yeah, we don't want to have We don't- husbands to earn, to be honest. We Okay. want him to be like loyal, genuine, and a person with Okay. good Yeah. heart. That's it. आपको Take बोलना, good you care can of tell our like Hmm. only I need a boy like who will be loyal. yeah. Okay, can you comment that? Yeah, You have to tell. yeah. You have to tell, sure. okay. In Hindi can you tell? I बस don't know मुझे Hindi. लॉयल लड़का चाहिए. Oh, bas much. Okay. loyal लड़का चाहिए, loyal लड़का. बस मुझे loyal लड़का चाहिए. Yeah, मेरे को loyal लड़का चाहिए. That's Yeah. it. Okay. Next question. By the way, we are also creators from Yeah, Kerala. yeah, sure. I am Astani. Please support her, Yeah. like and comment her. She is very wonderful. Vote for her. Vote for her. Okay. She is a streamer. Streamer. gamer. She's a Big Boss contestant. I am Can a you come big- in my vlog then? Me? Okay, I am Big Boss Malayalam season 7 contestant. Oh my god. So I've seen you somewhere. I feel that when I saw you. Oh! What is your name? Sohan. Sohan, nice name. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചിക്കൻ കണ്ടു, പക്ഷെ ആ ചിക്കൻ ഞങ്ങളെ കണ്ടില്ല. ഞങ്ങളല്ലേ ഇവളെ ഞാനാണ് കാണിച്ചു കൊടുത്തേടി തേടി നിനക്ക് പറ്റുന്ന ഒരു ചെറുക്കന്. കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, കറക്റ്റ് ഇവക്ക് മനസ്സിലായി എങ്ങനെയുള്ള ആളാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ആ സ്വഭാവം സ്വഭാവം കാണാൻ കൊള്ളാം. ആക്ച്വലി കാണിക്കാൻ പറ്റില്ല, ആ ചിക്കനോട് ബിസിയാ. അതെ, പക്ഷെ നല്ലായിരുന്നു കേട്ടോ. ഇവനും അയാളും തമ്മിൽ നല്ല ചേർച്ച ഉണ്ടായിരുന്നു. ആ ചെക്കൻ ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ
പിന്നെ മലയാളം അവനെന്തോ പഞ്ചാബിയോ സിക്കനോ എന്തോ പിന്നെ മലയാളം ബ്ലോഗ് കാണാൻ പോലെ നല്ല രസമുണ്ട്. ആ വേറെ നോക്കാം. ആക്ച്വലി ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാടാട്ടോ ഇവിടെ യൂബർ വരാനും ഇവിടുന്ന് പോകാനൊക്കെ കുറച്ച് പാടാം. ആൻഡ് നമ്മൾ നോർമൽ ഓട്ടോയിൽ സംസാരിക്കും. 350 റുപ്പീസാണ് ചോദിക്കുന്നത്. 241 യൂബറിൽ കാണുന്നത്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ലേറ്റായി. ഇനി റൂമിൽ പോകണം, റെഡി ആവണം, പാർട്ടിക്ക് പോകണം, കുറേ പരിപാടീസ് ഉണ്ട്. നിങ്ങൾ പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. കാരണം ഇനി പാർട്ടിക്ക് പോയി വന്നിട്ട് വീഡിയോ എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ശിഷ്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഫ്രം ബാംഗ്ലൂർ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇന്നലത്തെ റൂം ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് വേറൊരു റൂമിലേക്ക് മാറിയിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്കറിയാം രാവിലെ മുതലുള്ളത് ചെയ്യണം. പക്ഷേ ഞാൻ രാവിലെ എണീക്കുന്ന പോലെ നിങ്ങളൊക്കെ കണ്ടതാണ്. അത് വീണ്ടും വീണ്ടും നിങ്ങളെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ മേക്കപ്പ് ഇട്ട മുഖത്തോടു കൂടി ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ബൈ ദ വേ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കേൾ ചെയ്തത് കേട്ടോ. ഞാൻ റൂം കാണിച്ചു തരാം. ആക്ച്വലി നല്ല റൂമാണ്. പ്ലീസ് എക്സ്ക്യൂസ് ദ മെസ്. ഓക്കെ, ഇതൊക്കെ എൻ്റെ പ്രോപ്പർട്ടീസാണ്. നിങ്ങൾക്കറിയാലോ ഈ വൃത്തിയേടാക്കി ഇട്ടിരിക്കുന്നത് ഞാനായിരിക്കും. ഇത് മേക്കപ്പ് ചെയ്യുന്ന റോക്സൻ. ഈ വൃത്തിയേടാക്കിയിട്ടിരിക്കുന്നത് ഞാനാണ്. എവിടെ ചെന്നാലും എല്ലാം ഞാൻ വൃത്തിയേടാക്കിയിടും, അതെനിക്കറിയാം. ഞാൻ ആക്ച്വലി വേറൊരു ഇൻട്രോ എടുത്തു. ഈ ലുക്കിൽ ആ ഇൻട്രോ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാവുന്നില്ല ഗൈസ്, എന്താ അറിയില്ല. അപ്പം നിങ്ങൾ പറയും നീ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാനിതൊക്കെ കേൾക്കണം. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നിങ്ങളൊക്കെ എൻ്റെ അടുത്ത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം കഴിഞ്ഞതൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. കാരണം എൻ്റെ ഫോണിൽ അധികം സ്പേസ് ഇല്ല. ഈ ഐഫോൺ മിനിറ്റിന് സ്പേസ് ഫുള്ളായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ട് വെക്കുമെന്നും എനിക്കറിയില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ സ്റ്റേയിലുള്ളത്. ആക്ച്വലി ഞങ്ങൾക്ക് വണ്ടി കിട്ടുന്നില്ല. ഇവിടെ വണ്ടിയൊക്കെ വരാൻ ഭയങ്കര പാടാൻ തോന്നുന്നു കേട്ടോ. മനസ്സിലാവുന്നില്ല. കൊള്ളാലേ. അവിടെയാണ് പൂള്. ഈവനിങ് അവിടെ പോയിട്ട് ഇനി പൂളിൽ ആറാടണം. മസ്താനി ആറാടുകയാണ്. സോറി, അൻവറ സുൽത്താൻ ആറാടുകയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ എൻട്രൻസ്. ആ ബാക്കിലെ വ്യൂ ഉണ്ടോ? കൊള്ളാലേ. അയ്യോ ലോക്കടാ. ഓ ഇവിടെ സീന. ഷിപ്പ്യാർഡ് മാർക്കറ്റിൽ ഞങ്ങൾ എത്തി. പക്ഷെ ഇത് നോക്കടാ, എന്താടാ ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ വലിയ ഐഡിയ ഇല്ല. ബട്ട് എന്തിനാ വേണ്ടി അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ ജനിച്ചെന്ന് പോലെ അറിയില്ല. അപ്പോഴാണ് എന്തിനാ ചിക്കോട്ടി വന്നത്. ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ഈ രണ്ട് പെണ്ണുങ്ങളോട് എന്തൊരു വെറുപ്പിക്കലടി കളഞ്ഞിട്ട് പോകും കൂടെ ഒന്ന് കമന്റ് ഇടാനും വരും. അതെ, പക്ഷെ പോവില്ല. എനിക്കറിയാം നിങ്ങൾ വെറുത്തൊരു ദിവസം എന്നെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ചൂപ്പേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഭയങ്കര തിരക്കിട്ടോ. എനിക്ക് തോന്നില്ല എന്നെ കൊണ്ട് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമെന്ന്. ഇത് നോക്കി മേളക്ക് പോകുന്ന പോലെ മേളക്ക് അത്ര ആൾക്കാരുണ്ട് ഇവിടെ. അയ്യോ മാലയൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ച കാര്യം ഭയങ്കര തള്ളു, ഭയങ്കര തള്ളു. പേടിയാവുന്നു. ഇത്ര ഇടിച്ചിടിച്ചിടിച്ച് കുംഭമേളയുടെ വൈബുണ്ട്. സത്യം. അതെ, ഇത്രയും ആൾക്കാർ എന്താ ഈ ചിക്ക്പേട്ടി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ പോലെ വഴിതെറ്റി വന്നവരെല്ലാരും. ഞങ്ങൾ ഇതുപോലെ വഴിതെറ്റി വന്ന ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം ഇതല്ല. ഞങ്ങൾ ഇവിടെ വന്നു. ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും ഭാഗ്യമുണ്ടെങ്കിൽ. സത്യം. ആക്ച്വലി നടക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഒരു മണി ഞങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര തിരക്കാണ്. ആൾക്കാരൊക്കെ ചീത്ത പറയുന്നടാ. ഈ എടപ്പള്ളി സിഗ്നലിലൊക്കെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ കുമിഞ്ഞ് ഒരുമിച്ച് ഒരു അടുക്കിടയ്ക്ക് പോകില്ലേ, ആ അവസ്ഥയാണ് ഇവിടെ വന്ന് നടന്നു കഴിഞ്ഞാൽ. നമുക്ക് ദേഹമാണെങ്കിൽ നമുക്ക് സ്ഥലമില്ല. അടുത്ത കൂടി ഒക്കെ വണ്ടി പോവാ. അത് ഞങ്ങള് മാറിക്കൊടുത്തില്ലെങ്കിൽ കന്നഡത്തിൽ തെറിയൊക്കെ പറയുന്നത്. മനുഷ്യന്മാരെ വണ്ടി പോലെ മനുഷ്യന്മാര് ബ്ലോക്കാ. മനുഷ്യ ബ്ലോക്ക്.
ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ചിക്പേട്ടിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശപ്പെട്ട ഒരു അവസ്ഥ. കാരണം ഇനി നിങ്ങൾ പറയണേ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്? ഇവിടെ കൂടി ഈ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് കയ്യിലുണ്ടായ 500 രൂപയും വാങ്ങുന്ന ഈ LGTVയുടെ ആൾക്കാർ ആദ്യം 100 രൂപ കൊടുത്ത് അവിടെ എന്തോ പേഴ്സ് കാണിക്കാൻ പൊക്കോട്ടെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യിലുണ്ടായ ഒരു 100 രൂപ കൊടുത്ത്. അതുപോരാ, പേഴ്സ് അവർക്ക് തുറന്നു കാണിക്കണം പൂജിക്കാൻ. തരാന്ന് പറഞ്ഞു, തിരിച്ചെന്തോ തരാന്ന് പറഞ്ഞു. അവര് എന്താ ചെയ്യണെന്ന് അവര് നിർബന്ധിച്ച് അങ്ങ് തുറക്ക, തലയിൽ വെച്ച് ക്ലിപ്പ് എടുത്തിട്ട് പോകുന്നു. ഇതൊക്കെയാണ് വാങ്ങിയ സാധനങ്ങൾ എടുത്തിട്ട് പോവാൻ നോക്കുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ഇട്ട ഡ്രസ്സ് ഊരിക്കൊണ്ട് പോവല്ലോ. ഇതാണോ നമ്മൾ നോർമലൈസ് ചെയ്യേണ്ടത്? ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? വെരി ബാഡ്. ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും. അങ്ങനെ നമ്മളുടെ ചിക്പട്ട് യാത്ര ഫ്ലോപ്പ്. ഒരു ദിവസം അതായത് നമുക്ക് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഷോപ്പിംഗ് ചെയ്തു, 4 ക്ലിപ്പ് വാങ്ങിച്ചു. തലയിലുള്ള കൂടെ ചേർത്ത്. അത് മാത്രല്ല കയ്യിലിരുന്ന 500 രൂപ കണ്ണി കണ്ട ആൾക്കാര്. അതെനിക്ക് സഹിക്കാത്തെ. അതോ അവർക്ക് കൊടുത്തത് എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെയല്ല അവൾ ആക്ച്വലി ഉദ്ദേശിച്ചത്. അവള് മനസ്സ് നിറഞ്ഞു കൊടുക്കുന്ന നമുക്ക് ഓക്കെ, പക്ഷെ ഇതിങ്ങനെ എടുത്തോണ്ട് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. അത് ഭയങ്കര മോശമായിപ്പോയി. ഇനിയിപ്പോ നമ്മൾ റൂമിൽ പോകുന്നു, വേറെ സ്ഥലത്ത് പാർട്ടിക്ക് പോകുന്നു. അത് സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കും. സൂപ്പർ ആയിരിക്കും. അപ്പൊ അപ്ഡേറ്റ് ഈ കുന്ത്രാണ്ടം പിടിച്ച് ഫോണിൽ സ്പേസ് ഇല്ല ഗൈസ്, എന്താ ചെയ്യാനാ? ഹയ്യോ, ഫൈനലി റൂമിലെത്തി. ഇന്ന് ആക്ച്വലി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിക്പേട്ടി പോയി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആക്ച്വലി ആ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര ഓഫായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ അറിഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ തട്ടിപ്പിടിച്ച് വാങ്ങുന്നതും എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇനിയിപ്പം റെഡിയായി പാർട്ടിക്ക് പോകണം. ഇപ്പോൾ 6:30 ആയി. ഞാൻ റെഡി ആവട്ടെ. പക്ഷെ എന്തോ വൈബ് ഔട്ടായി ഗൈസ്, എനിക്കറിയില്ല എന്താണെന്ന്. ഒരു സുഖമില്ല, മൂഡ് ഓഫ് ആയി. മേ ബി എൻ്റെ എനിക്ക് എൻ്റെ സോഷ്യൽ ബാറ്ററി കുറച്ച് നേരം നിൽക്കുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല, എന്തോ ആവും, വൈബ് പോയി. സോ ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ദിവസത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് എല്ലാം ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അപ്പോൾ 2 ദിവസം ഞാൻ എനിക്ക് വേണ്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി മാറ്റിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ്. ആക്ച്വലി നല്ല ജേണി ആയിരുന്നു, കൊള്ളാം. അപ്പം ഇന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇന്ന് നൈറ്റാണ് നമുക്ക് ബസ്. അപ്പോൾ അതുവരെ ഇനി എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. നോക്കാം, ലെറ്റ്സ് സീ. ബൈ ദ വേ, നൈസ് ടു മീറ്റ് യു ബാംഗ്ലൂർ. സോ ബൈ ബൈ. ആക്ച്വലി നല്ല സ്റ്റേ ആയിരുന്നു. ഈ സ്റ്റേനെ കുറിച്ച് ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം അങ്ങനെ സുഖിക്കണ്ടെന്ന് മാത്രമല്ല, ഈ ആരും അറിയാത്ത സ്ഥലങ്ങൾ ആക്ച്വലി നമ്മളൊരു വീഡിയോയിൽ ഇടുമ്പോൾ പിന്നെ അവിടെ എല്ലാവരും വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. അതെ, പക്ഷേ നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ഡേയ്സ് ആയിരുന്നു, നല്ല പൂളായിരുന്നു. പൂളി ചാടാൻ പറ്റില്ല. നോക്കി ജസ്റ്റ് കാണിച്ചത് നമുക്ക്. സോ നല്ല ട്രിപ്പായിരുന്നു. നമ്മൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങിയില്ല. ബട്ട് എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് എന്നാണല്ലോ പൊതുവെ പറയാറ്. ഇറ്റ് വാസ് ഗുഡ്, കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ ബാക്ക് ടു റിയാലിറ്റി. നാട്ടിൽ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പണിയും പ്രാരാബ്ദം എടുക്കണം. സത്യം. പണിയെടുക്കാൻ പോണേ. ഞങ്ങളങ്ങനെ ആക്ച്വലി ഇവിടെ കോരമംഗലൂർ നെക്സസ് മോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ലഗേജ് വെച്ചു. കുറച്ച് സമയം ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള സമയം ആകും. അപ്പോൾ നമ്മൾ പോകും. എനിക്കറിയാം ഈ വ്ളോഗ് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും, പക്ഷെ എനിക്കറിയില്ല, ഞാനങ്ങനെ വ്ളോഗ് എടുക്കാൻ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ഒരാളല്ല. സോ ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചീനെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതെല്ലാം ഒന്നും പഠിക്കും, എങ്ങനെയാണ് വ്ളോഗ് എടുക്കാൻ എന്ന്.
ആക്ച്വലി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. നല്ല ജേണി ആയിരുന്നു. അതെ, നല്ല വൈബ് ഉണ്ടായിരുന്നു. നമ്മൾ ചില ജേണികൾ നമ്മളെ ഹീൽ ചെയ്യാനാണെന്നല്ലേ പറയാം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. ഇനി ഞങ്ങളൊരു വരവ് വരുന്നുണ്ട് ബാംഗ്ലൂർക്ക്, ഒരു 1.5 വരവ്. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതെപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടും എന്നെനിക്കറിയില്ല, ഇടൂ എന്നും എനിക്കറിയില്ല. ബട്ട് ദ ജേണി വാസ് സോ ബ്യൂട്ടിഫുൾ. ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ബൈ, ടാറ്റ.